അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു ഭീകരാക്രമണം നടക്കുമ്പോഴും അതല്ലെങ്കിൽ എന്ത് ആക്രമണ വാർത്തകൾ കേൾക്കുമ്പോഴും അതെല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തോന്നൽ വളരെ ബോധപൂർവം ഇവിടെയുള്ള പൊതുജനത്തിൻ്റെ തലച്ചോറിലേക്ക് കയറ്റുവാൻ വളരെ കൃത്യമായ ചില സോഷ്യൽ എൻജിനീയറിങ്ങുകൾ മീഡിയകൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നാം നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് കേവലം ഒരു ആരോപണമായി മീഡിയകൾക്കെതിരെ പറയുക എന്നതിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും നോക്കി നിൽക്കെ, നമ്മളെല്ലാവരും ലൈവായി ടെലിവിഷൻ സ്ക്രീൻ നോക്കി നിൽക്കെ സംഭവിച്ച ഒരു സംഭവത്തെ ഒരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ട് പരിശോധിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ആദ്യമായി ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു വിഷയത്തിൽ കേസ് സ്റ്റഡിയായി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 29 രാവിലെ എറണാകുളം ജില്ലയിലുള്ള കളമശ്ശേരിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടുകൂടി, വളരെ പേടിയോടുകൂടി ന്യൂസ് ചാനലിൻ്റെ മുമ്പിൽ നമ്മുടെ കണ്ണും നട്ടിരിക്കുമ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ, ഒരുപക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങൾ, അത് എങ്ങനെയാണ് ആ വാർത്ത സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നത്, പിന്നെ അതിനുശേഷം നടന്ന ഓരോ വാർത്തയുടെ റിപ്പോർട്ടിങ്ങിൻ്റെ രീതിയിലുള്ള വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ടൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ചെറിയ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഒരു സ്ഫോടനം നടന്നു. മാത്രമല്ല, ആ സ്ഫോടനം അതൊരു ഭീകരാക്രമണമാകാനുള്ള സാധ്യതയുണ്ട് എന്ന നിലക്ക് അത് IED ആണ്, അതായത് ഒരു ബോംബാക്രമണം തന്നെ, അത് അല്ലാതെ എന്തെങ്കിലും ആക്സിഡൻ്റ് അല്ല, തീപിടുത്തമല്ല എന്നൊക്കെ തെളിഞ്ഞു. ആ രൂപത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കെ രാവിലെ തന്നെ ഇങ്ങനെയുള്ളൊരു വാർത്ത വരുമ്പോൾ അതിനോട് പലതരത്തിലുള്ള രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ നേതാക്കന്മാർ പ്രതികരിക്കും. അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പ്രതികരണത്തിലേക്ക് ഈ സ്ഫോടനം നടന്ന് അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഈ വാർത്തയെ മീഡിയ ടേക്കപ്പ് ചെയ്യുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാർ ടേക്കപ്പ് ചെയ്യുന്നത്, പൊതുസമൂഹം എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഒരു പ്രതികരണത്തിൻ്റെ ഒരു രൂപം നിങ്ങൾ ആദ്യം കണ്ടോളൂ. പ്രാർത്ഥനാ സമ്മേളനത്തിനിടെ നടന്ന സ്ഫോടനം ഞെട്ടിക്കുന്നതാണ്. ക്രിസ്തീയ സഹോദരന്മാരുടെ പ്രാർത്ഥനാ സമ്മേളനത്തിനിടയിലാണ് ഈ തരത്തിലുള്ള സ്ഫോടനം നടന്ന് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 36 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത്യന്തം ദുഃഖകരമായിട്ടുള്ളതും നടുക്കമുണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ്. കേരളം ഈ തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലെത്തുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സമാധാനപ്രിയരായിട്ടുള്ള മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായ ശ്രീ അമിത്ഷാജി സംസ്ഥാന മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാനിവിടെ എത്തിയതിന് ശേഷം മുഖ്യമന്ത്രിയുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു ഭീകരാക്രമണമാണ് നടക്കുന്നത്. ഭീകരാക്രമണമാകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. NIA അന്വേഷിക്കുമെന്ന് അവിടെ ടൈറ്റിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമിത്ഷാ ഇടപെടുന്നു. ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കേണ്ടുന്ന നാട് നടുങ്ങുന്നു എന്ന വാർത്തകൾ വരുന്നു. അത്തരത്തിലുള്ള എല്ലാ ടൈറ്റിലുകളും അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കുപ്പായം തുന്നിത്തുടങ്ങാണ്. അപ്പം ഇത് നടന്ന പ്രദേശത്തെ ഒന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഈ പ്രദേശത്തിന്, കളമശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തിന് നേരത്തെ എന്തെങ്കിലും ഒരു തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ ഇങ്ങനത്തെ ഒരു ക്രമസമാധാനത്തിൻ്റെയോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന ഡാറ്റ അന്വേഷിച്ചെത്തിയപ്പോൾ അവിടെ ഒരു ബസ് കത്തിച്ച വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിലെ നടുക്കം വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു മിനിറ്റുകളിൽ മറ്റൊരു വ്യക്തി രംഗത്ത് വരുന്നത് നിങ്ങളൊന്ന് കാണുക. 2 ദിവസമായിട്ട് മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുന്നവരെ ബോംബ് വെച്ച് കൊല്ലുന്നതിൽ ഭീതി പരത്തുമില്ലേ? സ്വാഭാവികമല്ലേ? അത് ആർക്കായാലും, നിങ്ങൾക്കായാലും എനിക്കായാലും ഭീതിയില്ലേ? അപ്പോൾ ഭീതി ഉണ്ടോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഭീതി ഉണ്ട്, ഞങ്ങൾക്കും ഭീതിയുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്കും ഭീതിയുണ്ട്.
കളമശ്ശേരി പണ്ട് മുതൽ തന്നെ കളമശ്ശേരിക്ക് അങ്ങനെ ഒരു ദുഷ്പേരുള്ളതാണ്. ബസ് കത്തിച്ച കേസ് തുടങ്ങി കളമശ്ശേരിയിൽ എക്സ്ട്രീമിസ്റ്റുകളുടെ ആക്ടിവിറ്റീസ് നടക്കുന്നൊരു കേന്ദ്രമാണ്. അതിനെക്കുറിച്ചൊന്നും സമഗ്രമായൊരു അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റവാളികളെ എല്ലാവരെയും ഈ വെളിച്ചത്ത് കൊണ്ടുവന്ന് നീതിപീഠത്തിൻ്റെ മുന്നിൽ നിർത്തുന്നതിനുള്ള ശ്രമം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടെ കളമശ്ശേരി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു തീവ്രവാദ കേന്ദ്രമാണ്. ഇവിടെ നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നടന്നത് തികച്ചും തീവ്രവാദ ആക്രമണമാണ് എന്ന ഒരു ഫ്രെയിമിലേക്ക് ഏകദേശം കാര്യങ്ങൾ എത്തി. ഓക്കെ, ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം ഒരു വലിയൊരു ബോംബ് ബ്ലാസ്റ്റാണ് നടന്നിട്ടുള്ളത്. 1-ലേറെ സ്ഫോടനങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഏകദേശം തീരുമാനമാവുകയാണ് തീവ്രവാദ ആക്രമണം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിലേക്കാണ് ഇനി വാർത്തകൾ പോകുന്നത്. ത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണം എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. പക്ഷേ അത് വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. യഹോവ സാക്ഷികൾ എന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ആളുകളാണ്. അവരെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. അന്വേഷണം വിവിധ തലങ്ങളിൽ വേണ്ടിവരും. കേന്ദ്രതലത്തിൽ ഈ നാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയായി മാറിയൊരു പശ്ചാത്തലം കൂടി വരുന്നു ഈ വാർത്തയെ സംബന്ധിച്ച്. അപ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണ് എന്ന് ഏകദേശം സ്ഥിരീകരണം വന്നുകൊണ്ടിരിക്കുന്നു. നാഷണൽ മീഡിയ അത് ടേക്കപ്പ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എല്ലായിടത്തും ഫ്ലാഷ് ന്യൂസുകൾ പോകുന്നു, ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നു. ഇതാ കേരളത്തിൽ ഒരു തീവ്രവാദ ആക്രമണം കൂടി നടന്നിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ടോൺ ഇങ്ങനെ പതിയെ ആ ഒരു തീവ്രവാദമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ തെരുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജൂതനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും നമ്മൾ ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് ജൂതനിലേക്കും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തോ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ ഒരു ജൂതന്മാരുമായി ബന്ധപ്പെട്ടവരാണോ എന്നൊരു തെറ്റിദ്ധാരണൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്ന നിലയിലേക്ക് പതിയെ കാര്യങ്ങൾ പോവുകയാണ്. പതിയെ കാര്യങ്ങൾ എത്തുന്നത് ഇസ്രായേലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് യഹോവ സാക്ഷികൾ, യഹോവ എന്നത് ജൂതന്മാരുടെ ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു നരേഷൻ അടുത്ത മിനിറ്റുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്രകാരമാണ്. ജഹോവ വിറ്റ്നസ് എന്ന അവരുടെ പേര് കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ ജൂത സമൂഹവുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിൻ്റെ പേരിൽ ആണ് അവർ ഈ സ്ഫോടനത്തിന് ഇരകളാകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും. ശരി, തുടരുക. അങ്ങനെ ഏകദേശം സംഭവം ഇങ്ങനെ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇസ്രയേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇസ്രയേലിനോടുള്ള വിരോധം, ജൂതന്മാരോടുള്ള വിരോധം, ആരൊക്കെയോ യഹോവ സാക്ഷികൾ എന്നുള്ളത് ജൂതന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരൊക്കെയോ അവർക്കെതിരെ നടത്തിയ സ്ഫോടനമാണ് എന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി എന്ത് ചെയ്യുന്നു, ആ ഒരു ചിത്രം പൂർണ്ണമായി മാറിയെന്ന് മാത്രമല്ല, ഹിന്ദി ഹാർട്ട്ലാൻഡിലടക്കം നോർത്ത് ഇന്ത്യയിലടക്കം ബ്രേക്കിംഗ് ന്യൂസുകൾ എത്തിത്തുടങ്ങി. ഇതാ ഹമാസ് കേരളത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹമാസ് അവിടെ ഇസ്രായേലിലുള്ള പോരാട്ടമൊക്കെ അവസാനിപ്പിച്ചിട്ട് കളമശ്ശേരിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഹമാസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നതിന്റെ തെളിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലും അടുത്തതായി ബ്രേക്ക് ചെയ്തിരിക്കുന്ന ന്യൂസ്. Hamas linked to the blast that took place in Kerala. Blast took place at the Christian Center after there was a jibe on Hamas. The bishop, in fact, had taken to Facebook and had slammed the solidarity that was being shown for Hamas. And now the Christian Center has been targeted after the bishop's Facebook post. So questions are now being raised with regards to the fact that was there a Hamas link to this blast that took place in Kerala. അപ്പോൾ ഹമാസുമായി ബന്ധപ്പെടുത്തി ഹമാസാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇസ്രയേലിനെതിരായിട്ടുള്ള ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള റാലികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസാണ് ഇത് നടത്തിയത് എന്നുള്ളതിലേക്ക് എത്തുകയാണ്. അപ്പം ആ ഒരു ഭീകരാക്രമണം നടന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ
ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെയൊക്കെ എത്തി ഇപ്പോൾ അവസാനം അത് ഇസ്രയേലിനെതിരായ വിരോധം കൊണ്ട് ഒന്നുകിൽ ഹമാസോ അല്ലെങ്കിൽ ഹമാസ് അനുകൂലികളൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ള തീവ്രവാദ ആക്രമണമാകാനുള്ള സാധ്യതകളിലേക്ക് ചാനൽ ചർച്ചകളും അതുപോലെ തന്നെ ന്യൂസുകളും ഹിന്ദി ചാനലുകളും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ചാനലുകളും എല്ലാം അങ്ങോട്ടെത്തുന്നു. അഖിലേന്ത്യാ തലത്തിലൊക്കെ ഇങ്ങനെ ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്ന രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രാദേശികമായിട്ട് നമ്മളെ കേരളത്തിലെ ഒരു ഭീകരാക്രമണ കേന്ദ്രമായ കളമശ്ശേരി എന്നുള്ള ഫ്രെയിമിൽ നിന്ന് പോയി ഹമാസ് നേരിട്ട് ഒരു ഇന്റർനാഷണൽ അറ്റാക്കാണ്, ഒരു അന്തർദേശീയ അറ്റാക്ക് അങ്ങ് ഫലസ്തീനിൽ നിന്ന് പ്ലാൻ ചെയ്യപ്പെട്ട അറ്റാക്കാണ്. ഇതിൻ്റെ ഒരു പരിസരം നിങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോട് കടപ്പുറം പല സ്ഥലങ്ങളിലും ഫലസ്തീനുമായി ബന്ധപ്പെട്ട വലിയ റാലികൾ, ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ റാലികൾ, അൽ ജസീറ അടക്കമുള്ള ചാനലുകൾ, BBC അടക്കമുള്ള ചാനലുകൾ കോട്ട് ചെയ്ത വലിയ റാലികളൊക്കെ നടന്ന് തികച്ചും ഇസ്രായേൽ വിരുദ്ധമായ ഒരു മുന്നേറ്റം ഇവിടെ നടക്കുന്ന സമയത്താണ് ഈ സംഗതി എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇനി ഹമാസിൻ്റെ ആളുകളെ പിടിക്കാൻ തുടങ്ങുകയാണ്. അടുത്തത് ഹമാസിൻ്റെ ആളുകളെ പിടിക്കാൻ തുടങ്ങുകയാണ്. എവിടുന്നാ പിടിക്കാൻ തുടങ്ങണേ? കളമശ്ശേരി പരിസരത്ത് നിന്ന് തന്നെ. ആരാണ് ഹമാസിൻ്റെ ആളെന്നറിയോ? പാനായിക്കുളം കേസിൽ പിടിക്കപ്പെടുകയും എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെടുകയും കുറേ കാലം ജയിലിലടക്കപ്പെടുകയും എന്നിട്ട് കുറ്റമുക്തനാക്കപ്പെടുകയും ചെയ്തൊരു സുഹൃത്ത് സ്വസ്ഥമായിട്ട് അന്ന് രാവിലെ കിടന്നുറങ്ങിയിരുന്നു വീട്ടിൽ. പെട്ടെന്ന് പോലീസ് എന്നിട്ട് വാതിൽ മുട്ടിയിട്ട് പോരാൻ പറഞ്ഞു. കാരണം എന്താ അറിയോ? ഈ ഭീകരാക്രമണത്തിലെ പ്രതി അദ്ദേഹമാണ്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. നിസാമിനൊപ്പം വാഗമൺ സിമി കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞുണ്ണിക്കര സ്വദേശി സത്താറിനെയും പോലീസ് കരുതൽ തടങ്കിൽ വെച്ചിരുന്നു. വൈകുന്നേരത്തോടെ താനാണ് പ്രതിയെന്ന് സംബന്ധിച്ച് മാർട്ടിൻ ഡൊമിനിക് പുറത്തു വന്നെങ്കിലും ഇവരെ വിട്ടയക്കാൻ പോലീസ് തയ്യാറായില്ല. രാത്രി DYSP വന്നതിനു ശേഷം വിട്ടയക്കാമെന്നായിരുന്നു പോലീസ് നിലപാട്. എന്നാൽ നിസാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി. ഇതേ തുടർന്ന് രണ്ടുപേരെയും സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഒരുപക്ഷെ മാർട്ടിൻ സ്വയം കുറ്റമേറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം തീ തിന്നേണ്ടി വരുമായിരുന്നത് നിസാമുദ്ദീനും അബ്ദുൾ സത്താറും അവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളുമായിരുന്നു. കൊടിയ ക്രിമിനലുകൾ കൊടികുത്തി വാഴുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു അപകടം സംഭവിച്ചപ്പോൾ പോലീസുകാർക്ക് ഇവരിലേക്ക് ഓടിയെത്താനുള്ള കാരണം എന്തായിരിക്കും? ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 1-2 ആളുകളെയൊക്കെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കി. ഇപ്പം എന്തായി? മൊത്തം ടൈറ്റിലായി, ഇന്റർനാഷണൽ ബന്ധായി, പ്രതികളായി. മൊത്തം നമ്മുടെ കേരളം ഹമാസിൻ്റെ പിടിയിലകപ്പെട്ട് നേരത്തെ തീവ്രവാദ ബന്ധമുള്ള ഭീകരവാദ ബന്ധമുള്ള കേസ് ഫയലുകളുള്ള എന്നാൽ കുറ്റമുക്തരാക്കപ്പെട്ട, അത് മാത്രം അവിടെ ഹൈഡ് ചെയ്യപ്പെട്ടു. പോലീസ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും പൊക്കി അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു? അവിടെ ആക്കി. ഇത്രയും കൂടി വന്നപ്പോൾ പിന്നീടുണ്ടായ ഡെവലപ്മെന്റിലേക്കാണ് ഇനി പോകേണ്ടത്. ബാസിൽ, ഓക്കെ, അപ്പോൾ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. എന്താണ്? ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള, ജൂതന്മാർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇത് നടക്കുന്നത്. അതോടുകൂടി എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പോസ്റ്റുകൾ വരാൻ തുടങ്ങി. ഒരാൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. കളമശ്ശേരിയിൽ ആക്രമിക്കപ്പെട്ട യഹോവ സാക്ഷികളും ജൂതന്മാരും ഒരേ ദൈവിക വിശ്വാസത്തെ പിൻപറ്റുന്നവരാണ്, തോറയെ പിന്തുടരുന്നവരാണ്. ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികൾ സുരക്ഷാ വീഴ്ച വരുത്തിയ കേരള സർക്കാരും അതോടൊപ്പം ഹമാസ് ഭീകരതയെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ച CPM കോൺഗ്രസ് നേതാക്കളും തന്നെയാണ്. കളമശ്ശേരിയിലേത് ഭീകരാക്രമണം അപ്രതീക്ഷിതമൊന്നുമല്ല, കുന്തിരിക്കം വാങ്ങിവെച്ചോളാൻ അവർ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഫലസ്തീൻ അനുകൂലമായിട്ടൊക്കെ ഇവിടെ സംസാരിച്ചിരുന്നു. അവരൊക്കെ ഇതിന്റെ പ്രതികളാണ്. ഇതാ തീരുമാനമായി കഴിഞ്ഞു. ഫലസ്തീൻ അനുകൂലമായിക്കൊണ്ട് ഇവിടെയുള്ള പല പാർട്ടികളും നിലപാട് സ്വീകരിച്ചതുകൊണ്ട് കേരളത്തിൽ തന്നെ അവരിതാ വന്നൊരു ഭീകരാക്രമണം തന്നെ നടത്തിയിരിക്കുന്നു. അടുത്ത ആള് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സമ്മേളനത്തിൽ ഇസ്രയേലിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്നതായി പറയപ്പെടുന്നു. അപ്പോഴത്തേക്ക് പറയപ്പെടലൊക്കെ കഴിഞ്ഞു. ഓക്കെ, അവിടെ ബോംബ് സ്ഫോടനം നടക്കാൻ കാരണം എന്താ? ഇസ്രയേലിന് വേണ്ടി അവിടെ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിച്ച ആളുകളെ മൊത്തം ചാമ്പലാക്കാൻ വേണ്ടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹമാസ് ആക്രമണം നടത്തിയതാണ്, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ആക്രമണം നടത്തിയതാണ്. അത് ശരിയെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഫലസ്തീൻ അനുകൂല മതഭീകരവാദികളുടെ പങ്ക് അന്വേഷിക്കണം. നിലവിലെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കണം. അപ്പം അതോടുകൂടി അങ്ങനെ എല്ലാ നിലക്കും ഫലസ്തീൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചത് കൊണ്ടാണ്, അങ്ങനെ ക്രൈസ്തവർക്കെതിരായി ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്നൊക്കെ അങ്ങനെ പെട്ടെന്നാണ് തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അതോടുകൂടി നമ്മുടെ ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങൾ ചാടി വീണുകൊണ്ട് പറഞ്ഞു, ഇസ്രയേലിനുള്ള തിരിച്ചടിയോ,
കളമശ്ശേരിയിൽ ഭീകരാക്രമണം നടന്നത് ഇസ്രയേലിന്, അങ്ങ് അവിടുന്ന് ഇസ്രയേലും ഹമാസും യുദ്ധം നടക്കുമ്പോൾ അതിനുള്ള തിരിച്ചടിയാണ് കളമശ്ശേരിയിൽ 5-6 ആൾക്കാരെ കൊന്നത് എന്നാണ്. ഇസ്രയേലിനുള്ള തിരിച്ചടിയോ കളമശ്ശേരിയിൽ സംഭവിച്ചതെന്ത്, കളമശ്ശേരിയിൽ നടന്നത് ഇസ്രയേൽ വിരുദ്ധ സ്ഫോടനമോ ഒക്കെ തീരുമാനം അവർ അങ്ങോട്ട് ആക്കുകയാണ്. അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു ഉച്ചക്കായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉച്ചക്കാവുമ്പോഴേക്ക് ഏകദേശം തീരുമാനമായി ഇസ്രയേലിനുള്ള തിരിച്ചടി കേരളത്തിൽ, എറണാകുളത്ത്, കളമശ്ശേരിയിൽ അത് തിരിച്ചടിയൊക്കെ നൽകിക്കഴിഞ്ഞു. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം, ചില കാര്യങ്ങൾ എങ്ങനെ കൂട്ടിയിട്ടും ടാലിയാകണില്ല. സംഭവം ഇത് ഇൻ്റർനാഷണൽ വിഷയമാണ്. സംഗതി പിടിക്കപ്പെട്ടത് നിസാമിനെയും അദ്ദേഹത്തിൻ്റെ 2-3 സുഹൃത്തുക്കളെയാണ്. അവരാണെങ്കിൽ 100% കുറ്റമുക്തരാണ്. അയൽവാസികളൊക്കെ പറഞ്ഞു അവനിവിടെ കിടന്നുറങ്ങിയിരുന്നല്ലോ, ഓനിപ്പോൾ അവിടെ ബോംബ് വെക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ജനവികാരം ഇങ്ങനെ രൂപപ്പെട്ടു വന്നപ്പോൾ പുതിയ പ്രതി ആവശ്യമുണ്ട്. അപ്പോൾ പുതിയ പ്രതി എപ്പോഴും എന്താ വെച്ചാൽ ഒരു മറ്റു ഭാഷക്കാരനാകുമ്പോൾ അതിന് കുറച്ചൊരു സാധ്യത കൂടുതലാണ്. കാരണം മീഡിയകൾ ചോദിച്ചിട്ട് എന്താണ് കാര്യം നയിക്കുമ്പോൾ പറയാൻ കഴിയില്ലല്ലോ, അങ്ങനത്തെ ഒരു സൗകര്യമുണ്ട്, പല കാര്യമുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മൊത്തം ഫയർ എന്താ പറയുക, ഇവരുടെ വയർലെസ്സിലൊക്കെ സന്ദേശം കൊടുത്തു. ഒരു പോലീസുകാരൻ ഇങ്ങനെ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാൾ ഇത് കിതർ ജാനാ ഹേ ഹംകോ ഇതർ ആനാ ഹേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നേരെ പിടിച്ചിട്ട് ഈ തൊപ്പിക്കാരനെ പിടിച്ചിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഹമാസ് തീവ്രവാദി പെട്ടെന്ന് പിടിക്കപ്പെട്ടു. ഞാൻ വെറുതെ പറയണല്ല, കൃത്യമായി മീഡിയ കോട്ട് ചെയ്ത സാധനമാണ്. നിങ്ങൾ നോക്കൂ, കളമശ്ശേരി സ്ഫോടനം, കണ്ണൂരിൽ താടിയും തൊപ്പിയുമുള്ള യുവാവിന്റെ പിന്നാലെ പോലീസ്. വയർലെസ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഓനൊരു സംശയം നോക്കട്ടെ, ഇവന്റെ പിന്നാലെ എങ്ങനെ, ഈ സാധുവാണെങ്കിൽ പോലീസുകാരൻ പിന്നാലെ വരുമ്പോൾ എന്ത് ചെയ്യും? എന്താ ഇത് സംഭവം എന്നുള്ളവർക്ക് ആകെ ചങ്ക് പള്ളിക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വളരെ വലിയൊരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ എത്തി നിൽക്കണം. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു അല്ലേ? വൈകുന്നേരം ആകാനായി. അപ്പൊ എല്ലാവരും, മതേതര സമൂഹവും എല്ലാവരും നെഞ്ചിടിപ്പോട് കൂടെ ഇതിനൊക്കെ അങ്ങനെ മൂകസാക്ഷിയെ നിൽക്കുകയാണ്. കേരളം എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഇങ്ങനെ അസ്വസ്ഥരായി, ഉറക്കം നഷ്ടപ്പെട്ട് അല്ലേ? പലരുടെയും പ്രഷർ താണു, പലരുടെയും പ്രഷർ കൂടി. അങ്ങനത്തെ വല്ലാത്തൊരു ഹമാസ് ആക്രമണത്തിന്റെ ഇനിയിപ്പോൾ എപ്പോഴാണ് മിസൈൽ വന്ന് പതിക്കുന്നത് എന്നൊരൊറ്റ ചിന്തയിൽ ആളുകൾ എങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം നടന്നത്. അങ്ങനെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും കുറെ ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ വലിയ രൂപത്തിൽ വാദങ്ങൾ നടത്താണ്. അപ്പളേ പറഞ്ഞതല്ലേ ഫലസ്തീൻ അനുകൂലിക്കേണ്ടത്, അപ്പളേ പറഞ്ഞതല്ലേ ഇസ്രായേലിന് വിരുദ്ധമായി റാലിയും നടത്തേണ്ടത്. ഇങ്ങനെ ഈ കോൺഗ്രസും CPM എല്ലാവരും ഇങ്ങനെ മതേതര കക്ഷികളൊക്കെ ഈ ഫലസ്തീൻ അനുകൂലിച്ചത് കൊണ്ടും ഇവിടെയുള്ള ന്യൂനപക്ഷ പ്രീണനം, അതായിരുന്നു വേറെ കുറെ ചർച്ച, ന്യൂനപക്ഷ പ്രീണനങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് ഇതാ കേരളത്തിലടക്കം ഭീകരാക്രമണം നടന്നിരിക്കുന്നു, ഹമാസ് വന്ന് ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പൊലിപ്പിച്ച് തീയും പുകയും ഒക്കെ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പം അന്തിച്ചർച്ചക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചാനലിലൊക്കെ അന്ന് കേരളം എന്തുകൊണ്ട് മുസ്ലിം ഭീകരാക്രമണത്തിന്റെ കേന്ദ്രമാകുന്നു, ഹമാസ് എന്തുകൊണ്ട് കേരളം തെരഞ്ഞെടുത്തു, കേരളത്തിൽ കളമശ്ശേരി എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു, ഇങ്ങനെയൊക്കെ പോയിന്റൊക്കെ നോട്ട് ചെയ്ത് എല്ലാം റെഡിയായി അന്തിച്ചർച്ചയിൽ കത്തിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ ഒരു സംഭവം സംഭവിച്ചു. ആ സംഭവം നിങ്ങൾ കണ്ടോളൂ. എൻ്റെ പേര് മാർട്ടിൻ. ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഉറപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. ഞാനാണ് ആ സ്ഫോടനം നടത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഫേസ്ബുക്കിൽ ലൈവ് വരുമ്പോൾ അത് വലിയ ആവേശത്തോടു കൂടി, അത്യന്തം ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വരാണ്ട് നിൽക്കാണ്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാനാണ് സ്ഫോടനം നടത്തിയത് എന്ന് പറഞ്ഞാൽ തൊപ്പിയും താടിയൊന്നുമില്ല, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ പേര് നോക്കുമ്പം ചെറിയൊരു പ്രശ്നം. എന്താ? വല്ല മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നൊക്കെ ആണെങ്കിൽ ഒരു ഗുമ്മുണ്ടായിരുന്നു. പക്ഷെ പേര് മാർട്ടിൻ ആയിപ്പോയി. മൻസൂർ എന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നു, നല്ല രസം ഉണ്ടാവുമായിരുന്നു. ഒരുപാട് അന്നത്തെ ചർച്ചയ്ക്ക് 10,000 വെച്ചുകൊണ്ട് TV-യിൽ ഇങ്ങനെ കത്തിച്ച് നിർത്താമായിരുന്നു. പക്ഷേ സംഗതി ചെറിയൊരു പ്രശ്നം, പേര് മുസ്ലിം പേരല്ല, പേര് മാർട്ടിൻ എന്നായി പോയി. അപ്പോൾ ഇതുവരെ കൊണ്ടുവന്ന ഹമാസ്, ഇസ്രയേൽ, കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബ്, അതുപോലെ തന്നെ കളമശ്ശേരി തെരഞ്ഞെടുക്കാനുള്ള കാരണം, അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും ഒക്കെ ന്യൂനപക്ഷ പ്രീണനം ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നിരുന്ന എല്ലാം
ഒറ്റയടിക്ക് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയതോടുകൂടി നമ്മൾ സംഭവിച്ചത്. പിന്നെ സംഭവിച്ചത് എന്താണെന്നറിയോ? ഈ വീർത്ത് നിൽക്കണ ഒരു ബലൂണിൽ ചെറിയൊരു സൂചി കൊണ്ടുപോയി കുത്തിയ പിന്നെ എന്താ സംഭവിക്കുക? അതാ സംഭവിച്ചത്. പിന്നെ ഹമാസ് ഇല്ല, മറ്റേ മന്ത്രി ഉണ്ടല്ലോ അവിടുന്ന് വരണേ അന്വേഷണത്തിന് ആളെ വിടണ മന്ത്രി മൂപ്പരില്ല, പിന്നെ ഒന്നുമില്ല, മിസൈലില്ല, ഒരു പരിപാടിയില്ല. പതിയെ പിന്നെ വന്നത് എന്താന്ന് നിങ്ങൾക്ക് കുറച്ച് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. അത് ഭീകരാക്രമണം എന്നുള്ളത് ആദ്യം സ്ഫോടനം എന്നുള്ളേക്ക് ചുരുങ്ങി, അരുംകൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി, അരുംകൊലകൾ എന്നുള്ളത് പതുക്കെ മരണമായി മാറി. മരണത്തും വന്നത് പോയിട്ട് പതുക്കെ മെയിൻ പേജിൽ നിന്നൊക്കെ സാധനം പോയി, മെയിൻ പേജിൽ നിന്നൊക്കെ പോയി പതുക്കെ ചരമക്കോളത്തിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ചരമക്കോളത്തിൽ അല്ലേ, ചരമക്കോളത്തിൽ വരാൻ തുടങ്ങി. എന്താ? കളമശ്ശേരി സ്ഫോടനം, ഒരാൾ കൂടി മരിച്ചു. എങ്ങനെ? വണ്ടി ഇടിച്ചിട്ട് മരിച്ചാ? മൂപ്പരിങ്ങനെ നടന്നു പോകുക, പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വന്ന് കുത്തിയതാണ്. മനസ്സിലായില്ലേ? ഒരു ഓട്ടോറിക്ഷ വന്ന് കുത്തിയതാണ്. എന്താ സംഭവം? പെട്രോൾ ബോംബ് വെച്ച് പൊട്ടിച്ച് ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞ് പൊട്ടിച്ച് കൊന്നതാണ് അവരെ. മരിച്ചതല്ല, കൊന്നതാണ്. ഒരു ആശയത്തിൻ്റെയും സിദ്ധാന്തത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൊന്നതാണ്. ആ കൊല എന്തായി മാറുന്നു? ആ കൊല മരണമായി മാറുന്നു. അത് ഉൾപേജിലേക്ക് പോകുന്നു അല്ലേ? വളരെ കൃത്യമായി അത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ വാർത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. അത്ര സീരിയസ് ആയ 6 വ്യക്തികൾ മരിച്ചു, 40-ലധികം വ്യക്തികൾക്ക് പരിക്കേറ്റു. ഇതുപോലത്തെ ഒരു സംഭവം, അതിൻ്റെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിന് ആരും പോയില്ല. ആ മരിച്ച വ്യക്തികളുടെ വീട്ടിൽ പോയി സ്റ്റോറി എടുത്തില്ല അല്ലേ? അച്ഛൻ കരഞ്ഞില്ല, അമ്മ നിലവിളിച്ചില്ല, ഭാര്യ ബോധം കെട്ടില്ല അല്ലേ? കുഞ്ഞ് കളിപ്പാട്ടവും കൊണ്ട് കളിക്കുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ പോയില്ല. ഇതാണ് ഞങ്ങൾ പറയുന്നത്. കൃത്യമായ ഇരട്ടത്താപ്പ് ഇവിടെ ഈ സമൂഹത്തിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇത് നമ്മളൊന്ന് ഫ്ലിപ്പ് ടെസ്റ്റ് നടത്തി നോക്കാം. ഈ മാർട്ടിനല്ല വല്ല മുഹമ്മദോ അഹമ്മദോ സുലൈമാനോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവിടെ ചർച്ച നടക്കുക? അവർ സ്ഫോടനം നടത്തിയതിന് നേരത്തെ പറഞ്ഞ പോലെ ഇസ്രയേൽ, ഫലസ്തീനി അവിടേക്കൊക്കെ പോകും. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവർ സ്ഫോടനം നടത്തി? അത് ഖുർആനിലുള്ളത് കൊണ്ടാണോ, ഹദീസിലുള്ളത് കൊണ്ടാണോ, ഖുർആനിൽ ഇന്ന ആയത്ത് കൊണ്ടായിരിക്കുമോ അല്ലേ? അവരുടെ ആശയ പരിസരം എന്തുകൊണ്ട് അവർ നടത്തി? എത്ര ആളുകളെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു? ഈ ആശയം മുന്നോട്ട് പോയാൽ രാജ്യത്തിന് ഭീഷണിയാകുമോ, ലോകത്തിന് ഭീഷണിയാകുമോ? ഇങ്ങനെ കുറേ ചർച്ചകൾ നടത്താനിരുന്നതായിരുന്നു. ആ നോട്ടൊക്കെ വെറുതെ ആയിപ്പോയി. പക്ഷേ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സ്ഫോടനം നടത്തിയ വ്യക്തി, അദ്ദേഹം അതിന് കുറച്ച് കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഹോവ സാക്ഷികൾ, അവർ രാജ്യവിരുദ്ധരാണ്, അവർ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഈ വിഷയം എന്തേ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നത്? എന്തേ ഈ വിഷയം അത് രാജ്യത്തിന് ഭീഷണിയാണോ, ലോകത്തിന് ഭീഷണിയാണോ ഒന്നും ചർച്ച ചെയ്യാത്തത്? അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കേസ് സ്റ്റഡിയിൽ നിന്നും കളമശ്ശേരിയിൽ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ല, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുമാത്രം പരിശോധിച്ചാൽ മതി. ചില വാർത്തകൾ അതിന് പിന്നാലെ ഇങ്ങനെ കൂടാനും വർഷങ്ങളോളം അതിൻ്റെ പിന്നാലെ പോകാനൊക്കെ അതിനൊരു കാരണം വേണം, അതിനൊരു എലമെന്റ് വേണം. അതെന്താ? ഒരു തൊപ്പിയും താടിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം പേരെങ്കിലും വേണം. അതില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു ഗുമ്മില്ല. അപ്പോൾ ചില വാർത്തകൾ ഫോളോ അപ്പുമായി വർഷങ്ങളോളം എല്ലാ വർഷവും ആണ്ട് കഴിക്കുന്നത് പോലെയൊക്കെയാണ് ചില വാർത്തകൾ വരിക. പക്ഷേ ചില വാർത്തകൾ പെട്ടെന്ന് അങ്ങോട്ട് പോവും. അങ്ങനെ ഫോളോ അപ്പിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില കാരണങ്ങൾ കൊണ്ട് ചില വാർത്തകൾ വലുതാകുന്നു, ചില വാർത്തകൾ ചെറുതാകുന്നു. അങ്ങനെ ചെറുതായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായി പോകാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് മലപ്പുറത്തുള്ള കൊടിഞ്ഞിയിലേക്കാണ്. ആ മലപ്പുറത്തുള്ള കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹിന്ദു മതത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് മതം മാറുകയും ഫൈസൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മറ്റ് കാര്യങ്ങളൊന്നും ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു മതം മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മതം മാറുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അദ്ദേഹം അങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ ആർക്കും മറ്റൊരു തരത്തിലുള്ള ഉപദ്രവം ഇല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ ഒരു വിഷയങ്ങളും ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കാണുക. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ചോദിച്ചാൽ, മലപ്പുറത്ത് വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ എന്നതാണ് അതിൻ്റെ ഹെഡിങ്.
എന്നാലോചിച്ചോക്ക, മലപ്പുറത്ത് വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ. ഇതാണ് കൊടിഞ്ഞി ഫൈസലിനെ കൊല ചെയ്തപ്പോൾ അതിനെ മീഡിയ ടേക്കപ്പ് ചെയ്ത രീതി. ഇതാണ്. ഒന്നാലോചിച്ചോക്ക, വഴിയരികിൽ യുവാവ് മരിച്ച നിലയിൽ, അത്രേ ഉള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവം? മരിച്ചതല്ല, കൊന്നതാണ്. മതത്തിന്റെ പേരിൽ മാത്രം, ഒരു മതം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെട്ടതാണ്. ഈ വാർത്തയെ ടേക്കപ്പ് ചെയ്ത രീതി നിങ്ങൾ കാണാം. വഴിയരികിൽ ഇങ്ങനെ മരിച്ച നിലയിൽ കിടക്കുന്നു ഒരു യുവാവ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഏതായാലും ആ രൂപത്തിലാണ് മീഡിയ അതിനെ ആദ്യം ടേക്കപ്പ് ചെയ്തത്. ഇനി സുഹൃത്തുക്കളെ, മീഡിയ ഇതിനെ ഇങ്ങനെയാണ് ടേക്കപ്പ് ചെയ്തതെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്തത് ആരാണെന്നുള്ളത് ഏകദേശം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു വ്യക്തി അടക്കം ഉൾപ്പെട്ടതായതുകൊണ്ട്, നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസ്നക്ക് അത് അറിയുന്നതുകൊണ്ട് അവർ വളരെ കൃത്യമായി വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചെങ്കിലും ആ വ്യക്തികളൊന്നും വന്നില്ലെന്ന് മാത്രമല്ല, ഡമ്മി വ്യക്തികൾ, അന്ന് നാട്ടിൽ തന്നെ ഇല്ലാത്തവർ വേറെ സ്ഥലത്ത് പോയവർ ഓരൊക്കെ വെച്ചിട്ട് പോലീസ് ഒരു കേസെടുത്തു. ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി അബ്ദുൾ റബ്ബ് MLA നേതൃത്വത്തിൽ ഹൈവേയിൽ ജാതിമത വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് മനുഷ്യർ കുത്തിയിരുന്നു. യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. മറ്റേ തൊപ്പിക്കാരനെ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് തൊപ്പിക്കാരനെ എന്ത് ചെയ്യണമെന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി നേരെ അമിത് ഷാജിനെ വിളിക്കുക ചെയ്ത്. അമിത് ഷാജി അവിടുന്ന് മറ്റേ വണ്ടി പറഞ്ഞേക്കാന്ന് പറഞ്ഞ കേസാണ്. ഇതോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരു മൂവ്മെൻറ്റും ഇല്ലാതിരുന്നപ്പോൾ സ്ഥലത്തെ പ്രധാന വ്യക്തി എന്നുള്ള നിലയ്ക്ക് MLAയും മറ്റു വ്യക്തികളും കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്നു. എന്നിട്ടും തീരുന്നില്ല. എന്താ സംഭവിച്ചത്? കേസ് എടുത്ത് മുന്നോട്ട് പോയപ്പോൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ച് കാര്യങ്ങൾ നടത്താത്തൊരു സാഹചര്യത്തിലേക്കാണ് പിന്നീട് എത്തുന്നത്. കൊടിഞ്ഞി ഫൈസൽ വധക്കേസ് വീണ്ടും മാറ്റി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിലാണ് നടപടി. ഓഗസ്റ്റ് 23 കേസ് മാറ്റിയത്. അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. തിരൂർ അഡീഷണൽ ജില്ലാ സെഷൻ കോടതി കഴിഞ്ഞ മാസം കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ ഈ മാസം 26 മാറ്റുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിൽ കേസ് വീണ്ടും ഓഗസ്റ്റ് 23 മാറ്റി. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിശ്ചയിച്ചിരുന്ന അഡ്വക്കേറ്റ് ശ്രീധരൻ അനാരോഗ്യം മൂലം പിന്മാറിയതിനാൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉൾപ്പെടെ ഹാജരായ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 7 ഫൈസലിന്റെ ഭാര്യ സർക്കാരിന് അപേക്ഷ നൽകിയത്. എന്നാൽ സർക്കാർ ഇതിൽ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവൺമെന്റിലേക്ക് മെയ് ആദ്യ വാരത്തിൽ അപേക്ഷ കൊടുത്തിരുന്നെങ്കിലും അതിനകത്ത് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടില്ലാതെ അതങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല അതിന്റെ പ്രതികൾ ഇങ്ങനെ ജാമ്യത്തിലെടുത്ത് നമ്മുടെ കൂടെ ഇങ്ങനെ നാട്ടിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഒരു മതവിശ്വാസിയായി എന്നതിന്റെ പേരിൽ മാത്രം അറും കൊല ചെയ്യപ്പെട്ട ഒരു കേസ് അവിടെയാണ് കിടക്കുന്നത്. എവിടെ അതിന്റെ ഫോളോ അപ്പ്? എവിടെ അതിൻ്റെ മീഡിയയിലുള്ള ഫോളോ അപ്പ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, ഈ മതം മാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കേസ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. യാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ യാസറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? 20 വർഷത്തിന് ശേഷം എന്തോ ഒരു പ്രതിനെ പിടിച്ചിട്ടില്ലാന്നോ അങ്ങനെ എന്തൊക്കെ വാർത്ത കണ്ടിരുന്നു. അത്രയേ ഉള്ളൂ ആ ഒരു വാർത്തക്ക് പ്രാധാന്യം. ഇങ്ങനെ ആളുകൾ അറും കൊല ചെയ്യപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. കാരണം എന്താ? അത് ഈ നേരത്തെ പറഞ്ഞ ആ ഫോളോ അപ്പ് വാല്യൂ ഉള്ള പേരുകൾ അതിൽ കിട്ടൂല. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അതിൽ കിട്ടുക എന്നുള്ളത് കൊണ്ട് ആ വാർത്തക്കൊന്നും ഇല്ല. അതിന് പിന്നാലെ പോകാനൊരു രസമില്ല. ഓക്കെ, ഇനി ഇതുകൊണ്ട് തീർന്നില്ല. റിയാസ് മൗലവി കാസർഗോഡുകാരനാണ്. റിയാസ് മൗലവി അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ കയറി വെട്ടുന്നതും അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതൊക്കെ. അവസാനം റിയാസ് മൗലവി കേസ് എന്തായി? വളരെ കൃത്യമായ ഫോളോ അപ്പുമായി മീഡിയകൾ ഇത് കൈകാര്യം ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലെ കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായി നീങ്ങി അതിൽ കൃത്യമായ വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ എന്താ സംഭവിച്ചത് എന്താണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിധി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചാനലുകളിൽ ലഭ്യമാണ്. ആ ബൈറ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട കേസിൽ, ഇത്രയും തെളിവുകളുള്ള കേസിൽ എങ്ങനെയാണ് പ്രതികളെ വെറുതെ വിടാനാവുക എന്നാണ് റിയാസ് മൗലവിയുടെ കുടുംബം ചോദിക്കുന്നത്.
റിയാസ് മൗലവി കൊല്ലപ്പെട്ട 7 വർഷങ്ങൾക്കിപ്പുറം 3 പ്രതികളെയും കോടതി വെറുതെ വിടുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഭയങ്കര പ്രതീക്ഷയുണ്ട് എനിക്ക് കോടതിയുടെ മേലെ. പറയാൻ കിട്ടുന്നില്ല എന്തും. പ്രോസിക്യൂഷനും കുടുംബവും വിധിക്കെതിരെ അപ്പീൽ പോയേക്കാമെന്നാണ് സൂചന. ഇക്കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ കോളിളക്കം സൃഷ്ടിച്ച റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിടുമ്പോൾ അത് നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മൗലികമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ സുഹൃത്തുക്കളെ, റിയാസ് മൗലവി കേസിലും ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇനി അതിൻ്റെ ഫോളോ അപ്പ് പിന്നെ എന്താ ഉണ്ടായത്? ആ വിഷയത്തിൻ്റെ ഫോളോ അപ്പ് പിന്നെ എന്താ ഉണ്ടായത്? അതാരാണത്? പിന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകളോ ബാക്കിയുള്ളവരോ ഒന്നും. അപ്പോൾ മുസ്ലിം ഇഷ്യൂ ആകുമ്പോൾ അതിങ്ങനെ കത്തിച്ച് നിർത്തുന്നു. അപ്പോൾ എന്നും മുസ്ലിങ്ങൾ കൊലപാതകികളും അക്രമികളും ബോംബ് സ്ഫോടനത്തിൻ്റെ ആളുകളൊക്കെ ആയി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾ സംസാരിക്കുന്നത് കാസർഗോഡ് വെച്ചാണ്. കാസർഗോഡുള്ള നിങ്ങളോടെല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? വിജയൻ എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ഇടയ്ക്ക് ന്യൂസിൽ ഇങ്ങനെ ഒരു വിജയൻ എന്നുള്ള വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ? ആ വ്യക്തിയെക്കുറിച്ചുള്ള ചാനൽ ചർച്ചകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിജയൻ എന്നുള്ള പേരെങ്കിലും എത്ര ആളുകൾക്ക് പരിചയമുണ്ട്? നമ്മൾ കാസർഗോഡ് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിച്ചു വരുന്ന വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വെച്ച് മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ മാത്രം ഈ വിശ്വാസത്തോടുള്ള, ഈ സമൂഹത്തോടുള്ള, സമുദായത്തോടുള്ള പക അത് മനസ്സിൽ നുരഞ്ഞു പൊന്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വെച്ച് അറും കൊല ചെയ്യപ്പെട്ട ഒരു പൊന്നുമോനുണ്ടായിരുന്നു, ഫഹദ്. ഫഹദിന്റെ പേര് പറയാതെ കാസർഗോഡ് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ ഫഹദിനെ കൊന്നത് വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി അങ്ങനെ ഒരു പിഞ്ചു ബാലന് 7 വയസ്സുള്ള കുട്ടിയെ അറും കൊല ചെയ്തിട്ട് ആ വിജയനെ അതിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ചുള്ള എത്ര അന്തിച്ചർച്ചകൾ കാസർഗോഡുകാരായ നിങ്ങളെങ്കിലും നടത്തി. പോട്ടെ, ഇതിനൊക്കെതിരായി നിൽക്കുന്ന നമ്മൾ എത്ര പേർ ആ പേര് ഓർമ്മിച്ചു നിൽക്കുന്നു? ഓർമ്മിക്കൂല. കാരണം എന്താ? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. അത് നിരന്തരമായി മീഡിയയിൽ ഇങ്ങനെ ഹൈലൈറ്റായി നിൽക്കുന്നില്ല. അതിനെക്കുറിച്ച് നിരന്തരമായി ചർച്ചകളില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന അന്വേഷണങ്ങളില്ല, ചാനൽ ചർച്ചകളില്ല, സിംബോസിയങ്ങളില്ല, സെമിനാറുകളില്ല. അതുകൊണ്ട് തന്നെ വിജയനെ കുറിച്ച് ഇന്ന് നമുക്കാർക്കും ഓർമ്മയില്ല. ആരെയാ കൊന്നത്? ഫഹദ് എന്ന് പറയുന്ന ആ കുട്ടി അല്ലേ? നമുക്ക് ആ കുട്ടിയുടെ ചില സംസാരത്തിന്റെ ഭാഗങ്ങളൊക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ഭാഗം നിങ്ങൾ കണ്ടോളൂ. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മറ്റു വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചക ജനന. അപ്പോ ഈ ചെറിയ കുട്ടിയെ എന്ത് കാരണം കൊണ്ടായിരിക്കും, എന്ത് മോട്ടീവായിരിക്കും ഈ കുട്ടിയെ അറുകൊല ചെയ്യാൻ കാരണമായത്? യഥാർത്ഥത്തിൽ ഇതല്ലേ ആലോചിക്കേണ്ടത്? ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇതല്ലേ മീഡിയകളിൽ നിരന്തരമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്? ഇങ്ങനെ സ്വന്തം തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള കുട്ടിയെ കൊല്ലാൻ മാത്രം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കേണ്ട നാടിന്റെ സ്വൈര്യ ജീവിതത്തിന് ഈ ചോദ്യം അനിവാര്യമാണ്. ഈ ചർച്ചകൾ അനിവാര്യമാണ്. അത് നടത്താൻ ഒരു മീഡിയയുമില്ല, അതിന്റെ ഫോളോ അപ്പിന് ഒരു മീഡിയയുമില്ല. എന്നാൽ ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒരു പട്ടിന്റെ കൂടെ ഒരു മുസ്ലിം നടന്നു പോയാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം അറിയാതെ ഒരു പട്ടിയെ ചവിട്ടിപ്പോയാൽ പോലും, അല്ലെങ്കിൽ തുമ്മിയാൽ പോലും അത് നമുക്ക് 5-6 ദിവസം ചർച്ച ചെയ്യാനുണ്ടാകും. ഇത് നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, താല്പര്യമില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ നമ്മൾ ഇതിലൊക്കെ കാണേണ്ടത്, ഇങ്ങനെ ഈ കൊല്ലുന്നവരും കൊല്ലിക്കുന്നവരും മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ജാതിമത വ്യത്യാസമില്ലാതെ ഇത്തരം കാര്യങ്ങൾക്കെതിരാണ് അവരവരുടേതായ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. ഫഹദ് മോനെ കൊന്നുകളഞ്ഞ അവൻ്റെ അയൽവാസി വി വിജയകുമാറിനെ കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചതറിഞ്ഞ് അയാളുടെ അമ്മ പ്രതികരിച്ചത് ഓൻ ചെയ്ത തെറ്റിന് അവന് ശിക്ഷ കിട്ടി എന്നായിരുന്നു. ഞാൻ ആ വാർത്തയിലൂടെ ഒന്ന് പോവുകയാണ്. കേസിൽ അറസ്റ്റിലായതിനു ശേഷം അവൻ്റെ മുഖം കാണാനോ സഹായിക്കാനോ എനിക്ക് മനസ്സ് വന്നില്ല. അവനെ രക്ഷിക്കാമെന്നും കേസ് നടത്താൻ സഹായിക്കാമെന്നും പറഞ്ഞ് എനിക്കറിയാത്ത ചിലർ ഇവിടെ വന്നിരുന്നു. ചില്ലിക്കാശിൻ്റെ സഹായം ചെയ്തു പോകരുതെന്ന് പറഞ്ഞാണ് ഞാൻ അവരെ മടക്കിയത്. മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പേരിൽ കൊല്ലുന്നവർക്ക്
നിയമപരിരക്ഷ കൊടുക്കുന്നത് ആരാണ്? അതേത് മതത്തിലുള്ളവരാണെങ്കിലും അതേത് ആദർശത്തിലുള്ളവരാണെങ്കിലും അവർക്കെതിരിലാണ് നമ്മുടെ ശബ്ദം. യാതൊരു സംശയവും അതിലില്ല. അത് ആ അമ്മയുടെ കൂടെ നമ്മളും ചേരുകയാണ്. അത്രക്കും കടുങ്കയ്യല്ലേ ആ പൊന്നുമോനോടവൻ കാട്ടിയത്. എൻ്റെ മോൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് അയൽക്കാരായ ആ കുഞ്ഞിൻ്റെ അമ്മയും വീട്ടുകാരുമാണ്. അവരിന്നും എന്നെ അന്യയായി കാണുന്നില്ല. എൻ്റെ എല്ലാ സുഖദുഃഖത്തിലും ഫഹദുമോൻ്റെ കുടുംബം എനിക്കൊപ്പമുണ്ട്. ഒരു തരത്തിലും അവരോ ബന്ധുക്കളോ എന്നെയോ കുടുംബത്തെയോ ദ്രോഹിച്ചിട്ടില്ല. സംഭവത്തെ തുടർന്ന് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞതും അവരാണ്. നാട്ടുകാരെ പേടിച്ച് ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും വീട്ടിൽ നിൽക്കാൻ പേടിയാണെങ്കിൽ ഞങ്ങളുടെ പഴയ വീട് വിട്ടുതരാമെന്നും ഫഹദ് മോൻ്റെ ഉപ്പ അബ്ബാസ് പറഞ്ഞു. സംഭവത്തിൻ്റെ തലേന്നും ഫഹദ് മോൻ ഇവിടെ വീട്ടിൽ കളിക്കാനെത്തിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിൽ പോയിരുന്നു. മോൻ്റെ ഉമ്മ ആയിഷ എന്നെ കണ്ടപ്പോൾ വേഗത്തിൽ വന്ന് കൈപിടിച്ച് കസേരയിലിരുത്തി. എനിക്ക് കരച്ചിലടക്കാനായില്ല. ഞാൻ വിങ്ങിപ്പൊട്ടിയപ്പോൾ ആശ്വസിപ്പിച്ചത് അവരാണ്. വെള്ളച്ചി എന്ന അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു എന്നാണ്. നമ്മളിവിടെ കാണേണ്ടത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലുടനീളം വിശ്വാസത്തിൻ്റെ പേരിൽ ഇത്തരം അരുങ്കൊലകൾക്കും പീഡനങ്ങൾക്കും വിധേയരായിട്ടുണ്ട്. ഇത്തരം അരുങ്കൊലകൾക്കും പീഡനങ്ങൾക്കും ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയെന്നത് ഇസ്ലാം ഒരു ഘട്ടത്തിലും പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൻ്റെയും നിലപാടിൻ്റെയും വെളിച്ചത്തിനനുസരിച്ച് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്ന ഉറച്ച വിശ്വാസവും ഇത്തരം തിന്മകൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ ബോധവൽക്കരണങ്ങളും ശക്തമായ മുന്നേറ്റങ്ങളും ജനശ്രദ്ധയിൽ ഇത് കൊണ്ടുവരലും ജനാധിപത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെയുള്ള പോരാട്ടവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഇതിനോട് ചേർത്ത് വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട അഥവാ തല പോയ ജീവൻ പോയ ഈ കേസുകൾ അതിനൊന്നും ഒരു ഫോളോ അപ്പും ഇല്ല. അതൊന്നും എല്ലാ വർഷവും അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ചർച്ചകളോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളോ ഒന്നുമില്ല. ഇങ്ങനെ ഫോളോ അപ്പ് ഇല്ലാതെ പോകുന്ന നേരത്തെ പറഞ്ഞ ആ ന്യൂസ് വാല്യൂ ഇല്ലാത്ത ഇങ്ങനെയുള്ള കുറച്ച് കേസുകളുണ്ട്. പക്ഷേ ചില കേസുകൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് വാല്യൂ ഉണ്ട്. അതിങ്ങനെ ഫോളോ അപ്പ് മാത്രമല്ല, എല്ലാ വർഷവും ഒരാണ്ട് കഴിക്കുന്നത് പോലെ ആ വിഷയത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളൊക്കെ നടക്കും. അത്തരത്തിലുള്ള ഒരു കേസാണ്. നമുക്കറിയാം, ന്യൂമാൻ കോളേജിൽ ഒരു പ്രൊഫസർ പ്രവാചകനെ നിന്ദിക്കുന്ന രൂപത്തിൽ ഒരു ചോദ്യ പേപ്പർ എഴുതി. അങ്ങേയറ്റം നിന്ദ്യമായ ഭാഷ അതിൽ ഉപയോഗിച്ചു. അത് വലിയൊരു സമുദായത്തെ വേദനിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ നിന്നും പിന്മാറാതെ തന്നെ അദ്ദേഹം നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ സമുദായമടക്കം അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും അതിനെതിരെ കൃത്യമായ രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു നിൽക്കുന്ന സമയത്താണ് ചില അവിവേകികളായ ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈ പോയി വെട്ടുന്നത്. അങ്ങേയറ്റം ഹീനമായ കൃത്യമാണത്. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ കൈ വെട്ടി അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെതിരായി കേരളത്തിലുള്ള മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരേപോലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ നേരത്തെ പോയ തലകളെക്കാൾ വിലയുണ്ട് ഈ കൈക്ക്. ഇപ്പോൾ ചില ന്യൂസ് ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ആ കൈ ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അതിങ്ങനെ കാണിക്കുക, അതൊക്കെയാണ് ചില ന്യൂസ് ചാനലുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. നിരന്തരം ഫോളോ അപ്പ്. കഠിന വേദന സഹിച്ചും ചെയ്ത ഫിസിയോതെറാപ്പി ഫലം കണ്ടു തുടങ്ങിയെന്ന് ജോസഫ് സാർ. വലത് കൈക്കായില്ലെങ്കിലും ഇടത് കൈ കൊണ്ടെങ്കിലും. നേരത്തെ വലത് കൈ കൊണ്ട് തന്നെ എഴുതിയിരുന്നത്? വലത് കൈ കൊണ്ടായിരുന്നു. വലത് കൈ കൊണ്ട് ഞാൻ ഒരു മണിക്കൂറിൽ 10-30 ഫുൾ സ്കാപ്പ് പേപ്പർ എഴുതുമായിരുന്നു. പരീക്ഷയ്ക്കൊക്കെ 100 പേജൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈവെട്ടി അത് തീർച്ചയായും അത് എതിർക്കപ്പെടേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷേ അതാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എത്ര വർഷം കഴിഞ്ഞു ആ കൈവെട്ട്. പക്ഷേ എല്ലാ വർഷവും ഇതിങ്ങനെ നിരന്തരമായി ചർച്ച ചെയ്യുക, ഇന്നും അദ്ദേഹത്തെ കൊണ്ട് നടക്കുക, ഇന്നും അതിന് നല്ല ഫോളോ അപ്പ് ഉണ്ട്. ആ ഫോളോ അപ്പ് ഉള്ള കേസ് കാരണം എന്താ? ഇവിടെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം, വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യണം. ഈ ചെയ്തത് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ന്യായീകരിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ ഈ കേസിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ഇത് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ വ്യക്തികൾ ഇത് ചെയ്തത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ ആ വ്യക്തി 100% ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ശിക്ഷയ്ക്ക് വിധേയനാണെങ്കിൽ പോലും ഈ വ്യക്തികൾ ഇത് ചെയ്ത അവരുടെ കൈയും ഇതുപോലെ എടുക്കും. കാരണം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കേണ്ടത്
വളരെ കൃത്യമായ ഭരണകൂടവും കോടതിയുമാണ് എന്നതാണ് ഇസ്ലാമിക നിയമം. അപ്പോൾ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരാണോ ഇസ്ലാം വിമർശനം നടത്തിയത്, ആരാണോ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടത്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ന്യായം പറയാനുള്ള ഇടം കിട്ടും. അയാൾക്ക് വക്കീലിനെ വെക്കാം, അയാൾക്ക് കേസ് വാദിക്കാം, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അയാൾക്ക് പോകാം. എന്നാൽ ഈ വ്യക്തികൾ ഇത് ചെയ്യുക വഴി എന്താണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? ഈ വ്യക്തികൾ ഇത് ചെയ്യുക വഴി ഏതാനും അവിവേകികൾ ചെയ്ത ഈ പ്രവർത്തനം വഴി നോക്കൂ നിങ്ങൾ, ഈ സംഭവം 7-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇപ്പോഴും നിരന്തരമായി ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ തൂങ്ങിയാടുന്ന കൈകൾ സൂം ചെയ്യപ്പെടുന്നു, അയാളുടെ ആർത്ത് കരയുന്ന ഭാര്യയുടെ നിലവിളികൾ കാണിക്കപ്പെടുന്നു, അയാളുടെ മകൾ, അമ്മ ഒക്കെ സങ്കടങ്ങൾ പറയുന്നു. ഇതിൻ്റെ വളരെ എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന BGMകൾ കൊടുത്ത് അതിങ്ങനെ കൊടുക്കുകയാണ് അല്ലേ? എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും ഇസ്ലാം ദീനിനുമാണ്. ഞാൻ അത് വെറുതെ പറയണമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്തമില്ലാതെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടത്തിയ ഒരു സംസാരത്തിലെ ഈ അടുത്ത ദിവസം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിസ്റ്റുമായിട്ട് അദ്ദേഹത്തോട് നമുക്ക് വളരെ ശക്തമായ വിയോജിക്കാവുന്ന പോയിന്റുകൾ ഉണ്ടാകും, നന്നായി യോജിക്കാവുന്ന പോയിന്റുകൾ ഉണ്ടാകും. ആ വ്യക്തിയുമായി നടത്തിയ ഒരു ഡിസ്കഷനിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു തെളിവ് നോക്കൂ നിങ്ങൾ, ഈ കൈവെട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന തെളിവ്. പോപ്പുലർ ഫ്രണ്ടുകാർ വന്ന് സുഡാപ്പികൾ നമ്മൾ വിളിക്കുന്ന ആളുകൾ ജോസഫ് മാഷ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുമ്പോൾ അത് ഖുറാനിലെ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 5:33 മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്നു, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാളെ കണ്ടാൽ ആ നിയമം നടപ്പിലാക്കണം എന്നത് ഇസ്ലാമിലെ ബാധ്യതയാണ്. അത് ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവിടെ ഇസ്ലാമിക രാജ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവിടുത്തെ വിജിലാൻറ്റീസിനാണ്. ഈ പറഞ്ഞ നുണക്കളെ തെളിവ് എവിടെ? അത് ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഈ സമയം മുതൽ ഇന്ന് രാത്രി, നാളെ രാത്രി നിങ്ങൾക്ക് 3 ദിവസം തരാം. ഓരോ വ്യക്തിയും സിവിലിയൻസ് ഈ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കണമെന്നതിൻ്റെ ആയത്തെവിടെ? തെളിവെവിടെ? ശുദ്ധമായ അസംബന്ധം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇയാളുടെ ചില നിലപാടുകളും പൊള്ളത്തരങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, എന്നിട്ട് പറയണ എന്താ? ഖുറാനിൽ 5:33 ഉണ്ട് എന്നാണ്. എന്താ? അവയവങ്ങൾ ഭിന്നമായി ഛേദിക്കണമെന്ന് പറയുന്ന അല്ലദീന യുഹാറബൂന അല്ലാഹ വ റസൂല എന്ന് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട്. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താ? ഈ ആയത്തിന്റെ പശ്ചാത്തലം ഉറനിയീനികളുടെ സംഭവം എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഈ ചരിത്രത്തിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് കള്ളത്തരം പറഞ്ഞു വഞ്ചിച്ച് പ്രവാചകന്റെ അടുത്തുനിന്ന് ഒട്ടകങ്ങളെയും ആടുമാടുകളെയും ഒക്കെ വാങ്ങി കൂടെ മേയ്ക്കാൻ ഒരു ആട്ടിടയനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ചെന്ന ആട്ടിടയനെ ക്രൂരമായി കൊന്നു. അയാളുടെ കണ്ണുകൾ പിഴുതെടുത്തു, അയാളെ ക്രൂരമായി കൊന്ന് തള്ളി. എന്നിട്ട് അവർ ഈ ആടുമാടുകളെ ഒട്ടകങ്ങളെ കേട്ട് നാട് വിട്ടു. ഈ വിവരം പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ രാജ്യത്തുണ്ടായ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക്, രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഖാദി എന്ന നിലയ്ക്ക് പ്രവാചകൻ അവിടുത്തെ ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ശിക്ഷ നടപ്പിലാക്കി. നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് ആക്രമിക്കണവരെയും വ്യക്തികളെ കൊല്ലണവരെയൊന്നും കൃത്യമായി ശിക്ഷിക്കാറില്ലേ? അതോ ഏത് രാജ്യത്തിൻ്റെ നിയമങ്ങളിൽപ്പെട്ടതല്ലേ? ഇനി ഞാൻ ഈ വ്യക്തിനോട് ചോദിക്കുകയാണ്, അതേപോലെ തന്നെ ഒരാളെ ഇന്ന് രാവിലെ വെട്ടിയ വൈകുന്നേരം ആകുമ്പോഴത്തിന് തിരിച്ചു വെട്ടണം, എന്നിട്ട് സ്കോർ ബോർഡ് ഫില്ല് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ വൈകാരികമായി ചിന്തിക്കുന്നവരോടും ചോദിക്കുകയാണ്. പ്രവാചകനെതിരിൽ കൊട്ടേഷനുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ കൊട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആരാ? പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മാംസത്തിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. സല്ലാം ബിൻ മഖ്തൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ പ്രവാചകനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. കൂടെ പോയ സ്വഹാബി വിഷം കഴിച്ച് മരിച്ചു. വിഷം കഴിച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. എങ്കിൽ ബിശർ എന്ന സ്വഹാബി മരിച്ച ഈ കേസിൽ പ്രവാചകൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് ചെയ്തത്, അവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. വിശ്വാസികൾക്കെതിരിൽ ഗൂഢമായ പദ്ധതികൾ ഒരുക്കി ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് ദോഷകരമെന്ന് എല്ലാവരും ചിന്തിച്ച സന്ധി വ്യവസ്ഥ എഴുതിയ വ്യക്തിക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞെന്താ അറിയോ? അയാളെ അവിശ്വാസിയായി മാപ്പ് സ്വീകരിച്ച് പ്രവാചകന്റെ അടുത്ത് നിന്ന് പോകുമ്പോൾ നിങ്ങൾ സുഹൈൽ ഇബ്നു അംറിനെ അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ ഒന്ന് തുറിച്ചു നോക്കുക പോലും ചെയ്യരുത് എന്നാണ്. എന്താണ് ഈ ഉദ്ധരിക്കാൻ കാരണം? പാലക്കാട് ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടാൽ അതിന് ആലപ്പുഴയിൽ മറുപടി കൊടുത്താൽ ഇന്ത്യ ഹേർട്ട് ലാൻഡിൽ എത്തുമ്പോൾ പാലക്കാട് ആദ്യത്തെ കൊല കാണുകയില്ല. മറിച്ച് പിന്നെ ഉണ്ടായ കൊലപാതകത്തിലെ മുസ്ലിം എതിർപക്ഷത്ത് എന്ന നിലയ്ക്ക് ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തിയുടേത് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും കൂടുതൽ MP മാരെ എത്തിക്കേണ്ട,
ഇൻ ദി ഹെഡ്ലാൻഡിൽ കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിപരമല്ല, ഇത് പ്രാമാണികമല്ല, ഇത് ശരിയായ രീതിയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഈ ഒരു പ്രവൃത്തിയിലൂടെ സംഭവിച്ചത് ഇങ്ങനെ വളരെ കൃത്യമായ ഒരു മതനിന്ദ നടത്തിയ ഒരു സമുദായത്തിൻ്റെ അവരേറ്റവും ബഹുമാനിക്കുന്ന പ്രവാചകനെ നിന്ദിച്ച ഒരു വ്യക്തി, ഒരു പ്രതിയായ ഒരു വ്യക്തി, അങ്ങേയറ്റം എല്ലാവരാലും തള്ളിക്കളയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹീറോ ആയി മാറുകയാണ്. അദ്ദേഹം ചെയ്ത ഒരു ഹീറോയിസം എന്താ? നിന്ന നടത്തി, മതനിന്ദ നടത്തി. ഇത് മാത്രമാണ് ഹീറോയിസം. ഇങ്ങനെ ഈ ഒരു അവിവേകം പ്രവർത്തിച്ചതോടുകൂടി ആ സീറോ ആയിരുന്ന വ്യക്തി ഹീറോ ആവുകയാണ്. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ ആ പ്രവൃത്തി അത് അവിവേകമാണ്, അത് തെറ്റാണ്, മതപരമായും നിയമപരമായും. എന്നാൽ ഈ വ്യക്തി, ഇദ്ദേഹം ഇപ്പോൾ ആഘോഷിക്കപ്പെടുകയാണല്ലോ, ഈ വ്യക്തി ഇപ്പോൾ ഇദ്ദേഹം ഈ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ഒരു സമൂഹം, ഒരു സമുദായം അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി കാണുന്ന പ്രവാചകന്റെ പേരിനോട് ചേർത്തുകൊണ്ട് അത്യന്തം വൃത്തികെട്ട പദപ്രയോഗം ഉപയോഗിച്ച ആ കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള അഭിപ്രായം എന്താ? അത് നിങ്ങൾ കേട്ടോളൂ. എന്നെ സംബന്ധിച്ചും ഞാനിട്ട ക്വസ്റ്റ്യൻ അത് വളരെ ജെനുവനായിട്ടുള്ള, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇടേണ്ടതായിട്ടുള്ളൊരു ചോദ്യമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമില്ല. ആ ചോദ്യം ഇട്ടതിൽ എനിക്ക് ലേവലേശം സങ്കടമില്ല, കുറ്റം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ ഇപ്പോഴും അതിൽ നിന്നും പിന്മാറാതെ ഇപ്പോഴും ആ നിന്നയിൽ ഒരു വലിയ സമൂഹം വളരെ ബഹുമാനത്തോടുകൂടി അവരെക്കാളേറെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാൾ നമ്മുടെ മാതാപിതാക്കൾക്കേറെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകന്റെ പേരിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വൃത്തികെട്ട പദപ്രയോഗം ഉപയോഗിച്ചത് അത് തെറ്റായിപ്പോയി എന്നുപോലും പറയാൻ മനസ്സ് കാണിക്കാതെ അതേ തെറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പം എന്താണ്? ഹീറോ ആണ്. കാരണം എന്താ? എല്ലാ വർഷവും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാവും, അതിന് സ്വീകരണങ്ങൾ ഉണ്ടാകും, ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ആനയിക്കപ്പെടും, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലർ ആകും. കാരണം എന്താ? മറുഭാഗത്ത് പ്രതികളായുള്ളത് മുസ്ലിങ്ങളാണ്. അതിൽ ഫോളോ അപ്പ് ഉള്ള ന്യൂസ് വാല്യൂ ഉള്ള കേസാണ് എന്നുള്ളതാണ്. അതെ, ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ അവിവേകമാണ്, ബുദ്ധിപരമല്ല, അതുകൊണ്ട് ഫലമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അയാളിപ്പോൾ പറഞ്ഞ കമൻറ്റ്. അങ്ങനെ പോയി കൈ വെട്ടിയതുകൊണ്ട് അയാൾക്കൊരു മാറ്റം യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ അയാളുടെ കയ്യിൽ കൊണ്ടുപോയി പുസ്തകം കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് മെസ്സേജ് കൈമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഫിത്ന എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഡയറക്ടർ, അദ്ദേഹം പ്രൊഡ്യൂസർ വളരെ തെറ്റായ നിലക്ക് ഫിലിം ഇറക്കിയപ്പോൾ ലോകത്തെ ഉന്നതരായ വ്യക്തികൾ അദ്ദേഹത്തിന് ഇസ്ലാമിനെ എത്തിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം സോറി ഓ മൈ പ്രൊഫറ്റ്, എൻ്റെ പ്രവാചക അങ്ങൊന്ന് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഡച്ച് പാർലമെൻറ്റിലെ MP അദ്ദേഹം ഇസ്ലാം വിമർശകനായിരുന്നു. നാട്ടിലെ RSSനെ പോലത്തെ ഒരു സംഘടനയുണ്ടാക്കി ഇസ്ലാമാണ് ലോകത്തിൻ്റെ മാനസിക രോഗമെന്ന് പറഞ്ഞിരുന്ന ആ വ്യക്തി അവസാനം ഇസ്ലാം വിമർശകനായ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് ലോകത്തെമ്പാടും നിന്നും ഒരേ രീതിയിൽ മറുപടി കിട്ടിയപ്പോൾ, ഉത്തരമെഴുതാൻ കഴിയാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മുൻ നിലപാടിനെ കുറിച്ച് പറഞ്ഞു ഇറ്റ് വാസ് സിംപ്ലി റോങ്, അതെനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് സലഫികൾ ലോകത്തോട് പറയുന്നത് സായുധാക്രമണത്തിൻ്റെ വഴിയോ ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തുന്ന വഴിയോ അല്ല, ആശയ സമരത്തിൻ്റെ, ബുദ്ധിപരമായ മുന്നേറ്റത്തിൻ്റെ, ഡയലോഗുകളുടെ, സംവാദങ്ങളുടെ, ചർച്ചകളുടെ, ലഘുലേഖകളുടെ, മുന്നേറ്റങ്ങളുടെ. അതുകൊണ്ടാണ് ഐസിസ് വന്നപ്പോൾ ഐസിസിനെതിരിൽ ലക്ഷക്കണക്കിന് ലഘുലേഖകളും കൊണ്ട് നമ്മൾ ഇറങ്ങിയത്. ഖുർആൻ തിരുത്തണമെന്ന ആവശ്യം ചില സംഘപരിവാര ശക്തികൾ ഉന്നയിച്ചപ്പോൾ ഖുർആൻ തിരുത്തണമെന്നോ എന്ന ക്യാമ്പയിനിലൂടെ മൈക്ക് കയ്യിൽ കൊടുത്ത് ശക്തമായ സംവാദങ്ങൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനം നേതൃത്വം നൽകിയത്. ഇനി സുഹൃത്തുക്കൾ, ഒരു ഭാഗം കൂടി നമ്മൾ കാണണം. ഇത് കൈ പോയ വ്യക്തിയാണ്, കാല് പോയൊരു വ്യക്തിയുണ്ട്, അബ്ദുൽ നാസർ മഅദനിയുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തോട് വളരെ സ്ട്രോങ് ആയി ഇസ്ലാഹി പ്രസ്ഥാനം എന്നും വിയോജിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യധാര മുസ്ലിം സംഘടനകളൊക്കെ വിയോജിച്ചിട്ടുണ്ട്. ആ വിയോജിപ്പുകളെ പിന്നീട് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. ശംഖുമുഖം കടപ്പുറത്തെത്തി അദ്ദേഹത്തിൻ്റെ ആദ്യ ജയിൽ മോചനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മക്കൾ സലാഹുദ്ദീൻ അയ്യൂബിയും മറ്റവനും രണ്ടുപേരും അവർ പിച്ച വെച്ചത് ജയിൽ വാർഡന്റെ ബൂട്ട്സിന്റെ താഴെയായിരുന്നു. ജയിലിലെ അന്നം തിന്നാണ് എൻ്റെ കുട്ടികൾ പലവരും വളർന്നത്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ജീവിതത്തിൽ നഷ്ടപ്പെട്ട ദിനങ്ങൾ, എനിക്കെൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു തരാൻ ഒരാൾക്കും സാധ്യമല്ല. എനിക്ക് അവിവേകം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ തിരുത്തുന്നു എന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഉറക്കെ പറഞ്ഞ മനുഷ്യനെ
ആരും അവാർഡ് കൊടുത്തിട്ടില്ല. ആ മനുഷ്യനെ പിന്നെയും പിന്നെയും വേട്ടയാടുകയും വീണ്ടും ജയിലിലടക്കുകയും ഒക്കെയാണ് ചെയ്തത്. നാസർ മദനി സ്ക്രീനിലേക്ക് വരലപ്പോഴ അദ്ദേഹത്തിന്റെ ഷുഗർ ഡൗണായി, അദ്ദേഹത്തിന്റെ പൾസ് റേറ്റ് കുറഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവൻ നിശ്ചലമാകാൻ പോകുന്നു എന്ന് വരുമ്പോൾ സെൻസേഷണൽ മീഡിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരും. ഞങ്ങളിവിടെ മുന്നോട്ട് വെച്ച വിയോജിപ്പ് ഇതാണ്. മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ല ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത്. ഒരേ രക്തത്തിൽ ഒരേ നിറമുള്ള രക്തവും ഒരേ ഓക്സിജനും ശ്വസിച്ച് ജീവിക്കുന്ന നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഒരേ വികാരമുള്ളവരാണ്, ഒരേ ചിന്തയുള്ളവരാണ്. പരസ്പരം ചേർത്ത് പിടിക്കാനും പരസ്പരം ഒന്നിച്ചു നിൽക്കാനുമുള്ള മനോനിലയുണ്ടാകണം. ഒരു ഭാഗത്തേക്ക് ഈ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വ്യക്തികളെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുമ്പോൾ അപരവൽക്കരണത്തിന്റെ കലാപത്തിന്റെ ഒന്നും ആ ഒരു തിക്തഫലങ്ങൾ മുസ്ലിം സമൂഹത്തിൽ മാത്രം നിൽക്കുകയില്ല. ഓർക്കണം, കലാപമൂപികളിൽ പൂമ്പാറ്റ പറക്കില്ല, അവിടെ പൂക്കൾ വിടരില്ല, അവിടെ വെള്ളരിപ്രാവുകളുടെ ചിറകടികൾക്ക് പകരം കഴുകന്മാർ അവർ ഒച്ചവെക്കും, പട്ടിക്കൂട്ടങ്ങൾ അവർ ഒച്ചവെക്കും. കബന്ധങ്ങൾക്കരികിൽ കരഞ്ഞിരിക്കുന്നവരല്ല നമ്മളാകേണ്ടത്. പ്രബുദ്ധമായ കേരളം വേറൊരു ദിശയിലേക്ക് പോകുന്നുവെന്ന് ഡയലോഗ് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മെസ്സേജുകളെ ഇതിന്റെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകണേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ടോപ്പിക് ഇവിടെ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.